ചിന്നക്കനാലിൽ കൈവശ ഭൂമിയിൽ നിന്നും കർഷകർ നട്ടുവളർത്തിയ മരം മുറിക്കുന്നതിന് അനുമതി നൽകണമെന്ന ആവശ്യം ശക്തമാകുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും മറ്റാവശ്യങ്ങൾക്കും പണത്തിന് ബുദ്ധിമുട്ടുന്ന കർഷകർക്ക് നട്ടുവളർത്തിയ മരം മുറിക്കുന്നതിന് അനുമതി വേണമെന്ന ആവശ്യമാണ് കർഷകർ ഉന്നയിക്കുന്നത്. ചിന്നക്കനാൽ പഞ്ചായത്തിലെ സിംഗുകണ്ടമടക്കമുള്ള മേഖലകളിൽ കർഷകരുടെ കൈവശ ഭൂമിക്ക് പട്ടയമില്ലാത്തതിനാൽ കർഷകർ വർഷങ്ങളായി നട്ടുവളർത്തിയ മരം മുറിക്കുന്നതിന് അനുമതിയില്ല. മറ്റു പലവിധ നിയന്ത്രണങ്ങളും നിരോധനങ്ങളും കൊണ്ട് പൊറുതിമുട്ടിയ നാട്ടിലെ കർഷകർക്ക് ഏറെ പ്രതീക്ഷയാണ് നട്ടുവളർത്തിയ ചൌക്കിയും യൂക്കാലിയും അടക്കമുള്ള മരങ്ങൾ. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും മറ്റാവശ്യങ്ങൾക്കും പണം കണ്ടെത്തുവാൻ ഇവ മുറിച്ചു വിൽക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളുമില്ല. എന്നാൽ ഇവ മുറിക്കുന്നതിന് റവന്യൂ വനം വകുപ്പുകൾ വിലങ്ങുതടിയായി നിൽക്കുന്ന സാഹചര്യമാണ്. റവന്യൂ വനം വകുപ്പുകളുടെ ഭാഗത്തു നിന്നുള്ള വ്യാപകമായ എതിർപ്പ് മൂലം മരമുറി അസാധ്യമായിരിക്കുകയാണ്. പല ആളുകളും അവരുടെ ഒരു ഉപജീവന മാർഗമായി നട്ടുപിടിപ്പിച്ച മരങ്ങൾ മുറിക്കാൻ സാധിക്കാത്തതിനാൽ കുട്ടികളുടെ വിഭാഗം, വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾ വളരെയധികം മുടങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് സർക്കാർ എത്രയും പെട്ടെന്ന് ഇടപെട്ട് കർഷകർ വെച്ചുപിടിപ്പിച്ച സാധാരണ മരങ്ങൾ, അതായത് യൂക്കാലി, ചൗക്ക പോലുള്ള മറ്റു മരങ്ങൾ മുറിക്കാനുള്ള അനുമതി കർഷകർക്ക് അനുവാദവും തരണമെന്നാണ് ഞങ്ങൾക്ക് ബോധിപ്പിക്കാനുള്ളത്. ഇത് തരാത്ത പക്ഷം വ്യാപകമായ പ്രക്ഷോഭത്തിലോട്ട് കടന്നു പോകുന്ന ഇതിനാൽ അറിയിക്കും. 7 പതിറ്റാണ്ടിലധികമായി കുടിയേറി പാർത്തുവരുന്ന നാട്ടിലെ ജനങ്ങളെ അഭയാർത്ഥികളാക്കി മാറ്റുകയാണെന്നും മരങ്ങൾ മുറിച്ചു വിൽക്കുന്നതിന് ഇനിയും അനുമതി നൽകാൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് നീങ്ങുമെന്നും കർഷകർ മുന്നറിയിപ്പ് നൽകി. സിറ്റി വിഷൻ, ചിന്നക്കനാൽ.